ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് 20-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി വരുന്ന CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ CPO റാങ്ക് ഫെയിൽ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫെയിൽ 3 വോളിങ്ങളായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ന്യൂ SCERT NCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ റാങ്ക് ഫെയിൽ CPO എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഉടൻ തന്നെ റാങ്ക് ഫെയിലുകൾ സ്വന്തമാക്കി നല്ല രീതിയിൽ പരിശീലിക്കുക. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ബഹുമതിയാണ്. അപ്പോൾ ഈ ഒരു ബഹുമതി ലഭിച്ചിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. ഏതാണ് ആ ബഹുമതി എന്ന് നമുക്ക് നോക്കാം. ദി ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് എന്നുള്ള ഈ ഒരു ബഹുമതിയാണ്. അപ്പോൾ ഈ ഒരു ബഹുമതി ലഭിച്ചിരിക്കുന്നത് ആർക്കാണെന്ന് നമ്മൾ പറഞ്ഞു, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. ഇനി ഏത് രാജ്യത്ത് നിന്നുള്ള ബഹുമതിയാണ് ഈ ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നോർവേയിൽ നിന്നുമാണ്. നോർവേ ആണ് ഈ ഒരു ബഹുമതി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അപ്പൊ നോർവേ നൽകുന്ന ഈ ഒരു പുരസ്കാരം വിദേശ പ്രമുഖർക്കും അതേപോലെ സർക്കാർ മേധാവികൾക്കുമാണ് അവർ നൽകുന്നത്. അപ്പോൾ അത്തരത്തിൽ നോർവേ നൽകുന്ന ഈ ഒരു മെറിറ്റ്, ഈ ഒരു ബഹുമതി ലഭിച്ചിരിക്കുന്നത് ആർക്കാണെന്ന് ഓർത്തു വെക്കുക, നരേന്ദ്രമോദിക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന 32ാമത് ബഹുമതിയാണ്, വിദേശ ബഹുമതിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അദ്ദേഹത്തിന് ലഭിക്കുന്ന 32ാമത് അന്താരാഷ്ട്ര ബഹുമതിയാണ് ഇത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് 31ാമതായിട്ട് അദ്ദേഹത്തിന് ഈ ഒരു അന്താരാഷ്ട്ര ബഹുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏത് രാജ്യത്തു നിന്നുമാണ് ലഭിച്ചത്? സ്വീഡനിൽ നിന്നുമാണ്. സ്വീഡനിൽ നിന്നുമാണ് അദ്ദേഹത്തിന് 31ാമത്തെ അന്താരാഷ്ട്ര ബഹുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് 32ാമത്തെ അന്താരാഷ്ട്ര ബഹുമതിയാണ്. അത് നൽകിയിരിക്കുന്നത് നോർവേയിൽ നിന്നുമാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. 2026-27 കാലയളവിൽ സ്ത്രീ ശാക്തീകരണത്തിനായി രൂപീകരിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ഡോക്ടർ ദഗ്ഗുപതി പുരന്തേശ്വരിയാണ്. ആരാണെന്ന് ഓർത്തു വെക്കുക, ദഗ്ഗുപതി പുരന്തേശ്വരിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. എന്തിന്റെ ചെയർപേഴ്സൺ ആണ്, ഏത് കമ്മിറ്റിയുടേതാണെന്ന് ഓർത്തു വെക്കുക. 2026-27 കാലയളവിൽ സ്ത്രീ ശാക്തീകരണത്തിനായിട്ട് രൂപീകരിച്ചിരിക്കുന്ന പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആരാണെന്ന് പറഞ്ഞു, ദഗ്ഗുപതി പുരന്തേശ്വരിയാണ്. ഇനി ഈ ഒരു കമ്മിറ്റിയിൽ ഈ ഒരു രൂപീകരിച്ചിരിക്കുന്ന പാർലമെന്ററി കമ്മിറ്റിയിൽ ലോക്സഭയിൽ നിന്നും 18 അംഗങ്ങളാണുള്ളത്. ലോക്സഭയിൽ നിന്നും 18 അംഗങ്ങളും അതേപോലെ രാജ്യസഭയിൽ നിന്നും എത്ര അംഗങ്ങളാണ്? 10 അംഗങ്ങളുമാണ് ഉള്ളത്. ഇനി രാജ്യസഭയിൽ നിന്നുള്ള 10 അംഗങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്, സുധാമൂർത്തിയും അതേപോലെ PT ഉഷയും ഈ ഒരു കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുണ്ട്. സുധാമൂർത്തിയും PT ഉഷയും ഈ ഒരു കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ലോക്സഭയിൽ നിന്ന് 18 പേരാണ്, രാജ്യസഭയിൽ നിന്ന് 10 പേരുമാണ് ഈ ഒരു കമ്മിറ്റിയിൽ വന്നിട്ടുള്ളത്. 2026-27 കാലയളവിലേക്കുള്ള സ്ത്രീ ശാക്തീകരണത്തിനായിട്ട് രൂപീകരിച്ചിട്ടുള്ള പാർലമെന്ററി കമ്മിറ്റിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ്മെന്റ് ആയിരിക്കുന്നത് ആരാണ്? ദഗ്ഗുപതി പുരന്തേശ്വരിയാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ലോക്സഭാ സ്പീക്കർ ആരാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്, ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, 18ാം നൂറ്റാണ്ടിൽ കടത്തിക്കൊണ്ടുപോയ ചോള രാജവംശത്തിലെ ചെമ്പുതകിടുകൾ അടുത്തിടെ ഇന്ത്യക്ക് തിരിച്ചു നൽകിയ രാജ്യം എന്നാണ്. ഓർത്തു വെക്കാം, നെതർലാൻഡ്സ് ആണ് കേട്ടോ. നെതർലാൻഡ്സ് ആണ് ഇന്ത്യക്ക് ഈ ഒരു ചെമ്പോലകൾ അല്ലെങ്കിൽ ഈ ഒരു ചെമ്പ് തകിടുകൾ തിരികെ നൽകിയത്. 18ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ ചോള രാജവംശത്തിലെ ചെമ്പു തകിടുകളാണ് ഇവ. അപ്പൊ ഇവ 11ാം നൂറ്റാണ്ടിലേതാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 11ാം നൂറ്റാണ്ടിലെ ചോള രാജവംശത്തിലെ ചെമ്പു തകിടുകളാണ്. അവ കടത്തിക്കൊണ്ട് പോയതാണ് 18ാം നൂറ്റാണ്ടിൽ. അവ ഇന്ത്യക്ക് തിരിച്ചു നൽകിയിരിക്കുകയാണ്. ഏത് രാജ്യമാണ് തിരിച്ചു നൽകിയെന്ന് ഓർത്തു വെക്കുക, നെതർലാൻഡ്സ് ആണ്. അപ്പോൾ അടുത്തിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ് സന്ദർശിച്ച സമയത്താണ് ഇന്ത്യക്ക് ഈ ഒരു ചെമ്പു തകിടുകൾ തിരികെ നൽകിയത്. അപ്പോൾ നെതർലാൻഡ്സിലെ ലൈഡൻ പ്ലേറ്റുകൾ ഓർത്തു വെക്കുക. ലൈഡൻ പ്ലേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നറിയപ്പെട്ടിരുന്ന ഈ ഒരു ചെമ്പോലകൾ ആനൈമംഗലം ചെമ്പോലകളാണ്. ഓർത്തു വെക്കുക, ആനൈമംഗലം ചെമ്പോലകൾ നെതർലാൻഡിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള റോബ് ജെറ്റിന്റെ നേതൃത്വത്തിലാണ്, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇന്ത്യക്ക് തിരികെ നൽകിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ പ്രധാനമന്ത്രി നെതർലാൻഡ് സന്ദർശിച്ച സമയത്താണ് ഈ ഒരു ചെമ്പോല
ഓലകൾ ഇന്ത്യക്ക് തിരികെ നൽകിയത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സ്വീഡനിൽ നിന്നുള്ള ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു നോർവേയിൽ നിന്നുള്ള ബഹുമതി ലഭിച്ചു. ഇപ്പൊ നെതർലാൻഡിലുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു സന്ദർശനത്തിലാണ് എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ബഹുമതികളും അതേപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ, അദ്ദേഹം അതായത് പ്രധാനമന്ത്രി റീസെന്റ് ആയിട്ട് സന്ദർശിച്ച രാജ്യം ഏതൊക്കെയാണെന്ന് കൂടി നമ്മൾ പഠിച്ചു വെക്കുകയാണ്. അതുകൂടി ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. കാരണം PSC അത്തരത്തിലും എന്താണ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയ പോയിന്റ് എന്താണ്? 18ാം നൂറ്റാണ്ടിൽ കടത്തിക്കൊണ്ടുപോയ ചോള രാജവംശത്തിലെ ചെമ്പു തകിടുകൾ അടുത്തിടെ ഇന്ത്യക്ക് തിരികെ നൽകിയ രാജ്യം ഏതാണ്? നെതർലാൻഡ്സ് ആണ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. രാജ്യത്തെ ആദ്യത്തെ മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെയെന്നാണ്? ഓർത്തുവെക്കുക, പലാമു ടൈഗർ റിസർവിലാണ്. എവിടെയാണ്? പലാമു ടൈഗർ റിസർവിലാണ് ഇത്തരത്തിലൊരു ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാനായിട്ട് ഒരുങ്ങുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാവുന്നത്. അത് എവിടെയാണെന്ന് ഓർത്തു വെക്കുക, പലാമു ടൈഗർ റിസർവിലാണ് സ്ഥാപിതമാകാൻ പോകുന്നത്. ഇനി ഇത്തരത്തിലൊരു കേന്ദ്രം സ്ഥാപിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്താ? മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രമാണ്. അതായത് അവയെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേന്ദ്രം സ്ഥാപിതമാവുന്നത്. മാത്രമല്ല അവയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഇത്തരത്തിൽ ആനയും അതേപോലെ മനുഷ്യനും തമ്മിലുള്ള സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിഹാര റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, അതേപോലെ ഇതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റാ ബേസുകൾ തയ്യാറാക്കുക, അതിലെല്ലാം എന്താണ് AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് ഈ ഒരു കേന്ദ്രം സ്ഥാപിതമാവുന്നത്. എവിടെയാണ് സ്ഥാപിതമാകുന്നതെന്ന് പറഞ്ഞു? പലാമു ടൈഗർ റിസർവിലാണ് സ്ഥാപിതമാവുന്നത്. ജാർഖണ്ഡിലെ പലാമു ടൈഗർ റിസർവിലാണ് ഈ ഒരു കേന്ദ്രം സ്ഥാപിതമാവുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 37 ആയി ഉയർത്തിക്കൊണ്ടുള്ള ഓർഡിനൻസ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രഖ്യാപിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പൊ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ്? 33 ജഡ്ജിമാരായിരുന്നു ഉണ്ടായിരുന്നത്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം എത്രയായിരുന്നു? 33 ആണ്. അത് എത്രയാക്കി ഉയർത്തണം എന്ന് പറഞ്ഞിരുന്നു? 4 ആക്കി ഉയർത്തിക്കൊണ്ട് ആകെ എത്രയാക്കണം എന്ന് പറഞ്ഞിരുന്നു? 37 ആകുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെന്താണ് ഈ ഒരു ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ വരുമ്പോഴത്തേക്ക് എത്രയാകും ആകെ എണ്ണം? 38 ആകും എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണമാണ് 37. ചീഫ് ജസ്റ്റിസ് കൂടി വരുമ്പോൾ എത്രയാകും? അത് 38 ആകും. അങ്ങനെ 37 ആയി ഉയർത്തിക്കൊണ്ടുള്ള ഓർഡിനൻസ് രാഷ്ട്രപതി എന്താണ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇതിൽ 1956 സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം നിയമത്തിലെ സെക്ഷൻ 2 ഭേദഗതി ചെയ്തുകൊണ്ടാണ് എന്താണ് 33 എന്നുള്ള എണ്ണം എത്രയാക്കി മാറ്റിയിരിക്കുന്നത്? 37 ആക്കി മാറ്റിയിരിക്കുന്നത്. ഇനി നിലവിലെ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സൂര്യകാന്ത് ആണ് കേട്ടോ. സൂര്യകാന്ത് ആണ് എന്താണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി PSC ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം എത്രയാക്കിയാണ് ഉയർത്തുന്നത്? അത് 37 ആണ്. 33 നിന്ന് 4 ജഡ്ജിമാരുടെ എണ്ണം 4 നമ്പർ കൂട്ടി 37 ആണ് ആകെ ആക്കുന്നത്. അതിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി വരുമ്പോഴത്തേക്ക് ആകെ എണ്ണം എത്രയാകും? 38 ആകും. അടുത്തത് ഒരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യയിൽ കയറ്റുമതി വരുമാനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതെന്നാണ്? 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ് എന്താണ് 1ാം സ്ഥാനത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം 2ാം സ്ഥാനത്തുള്ളത് അതായത് ഇന്ത്യയിൽ കയറ്റുമതി വരുമാനത്തിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഏതാണ്? മഹാരാഷ്ട്രയാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി 3ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് എന്താണ് 3ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഇനി കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? ഇമ്പോർട്ടന്റ് ആണ്. കേരളം എത്രാം സ്ഥാനത്താണ്? 15ാം സ്ഥാനത്താണ് കേരളം വന്നിരിക്കുന്നത്. കേരളം എത്രാം സ്ഥാനത്താണെന്ന് ഓർത്തു വെക്കുക? 15ാം സ്ഥാനത്താണ്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം 2025 ഇന്ത്യയിലെ കയറ്റുമതി വരുമാനത്തിൽ 15ാം സ്ഥാനത്താണ് കേരളം വന്നിരിക്കുന്നത്. ഇനി 3ാം സ്ഥാനത്ത് തമിഴ്നാടാണെന്ന് പറഞ്ഞു. എങ്കിൽ 4ാം സ്ഥാനം കൂടി ഒന്ന് ഓർത്തു വെക്കുക. 4ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് കർണാടകയാണ് 4ാം സ്ഥാനത്തുള്ളത്. 5ാം സ്ഥാനത്തുള്ളത് ഉത്തർപ്രദേശ് ആണ് എന്താണ് 5ാം സ്ഥാനത്തുള്ളത്. ഈ ഒരു റിപ്പോർട്ടിൽ കേരളത്തിന്റെ കാര്യം എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 15ാം സ്ഥാനത്താണ് എന്താണ് കേരളം വന്നിട്ടുള്ളത്
ആയിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയുടെ കയറ്റുമതി വരുമാനത്തിൽ ആകെ എത്ര ശതമാനമാണ് കേരളത്തിൽ നിന്ന് കൊടുക്കുന്നത്? 1.21% കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. 2025 ഇന്ത്യയുടെ കയറ്റുമതി വരുമാനത്തിൽ കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് ഓർത്ത് വെക്കുക. 1.21% മാത്രമാണ് ഉള്ളത്. അപ്പോൾ 2026 വന്നിട്ടുള്ള പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിന്റെ സ്ഥാനം എത്രയായിരിക്കുകയാണ്? 16ലേക്ക് വന്നിരിക്കുകയാണ്. കേരളത്തിന്റെ സ്ഥാനം എത്രയായിരിക്കുകയാണ്? 16ലേക്ക് പുറന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും എന്താണ്? കേരളത്തിന്റെ സ്ഥാനം കുറഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത റിപ്പോർട്ട് ഒന്ന് ഓർത്ത് വെക്കുക. കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പിന്റെ കണക്കുകളാണ്. അപ്പോൾ 2025 ഈ ഇന്ത്യയിലെ കയറ്റുമതി വരുമാനത്തിലെ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് നമ്മൾ നോക്കി. ഗുജറാത്ത് ആണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. 3ാം സ്ഥാനത്ത് തമിഴ്നാടുണ്ട്. ഇനി കേരളത്തിന്റെ സ്ഥാനം 15 ആണ്. പക്ഷേ 2026 റിപ്പോർട്ടിൽ ഇപ്പോഴെന്താ വന്നിരിക്കുന്നത്? 2026 വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ അത് 16ാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി കേരളം എന്നുള്ള ഈ ഒരു സംസ്ഥാനത്തിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി വരുമാനമുള്ള ജില്ല ഏതാണ്? അത് എറണാകുളമാണ്. എറണാകുളമാണ് എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി വരുമാനമുള്ള ജില്ല. ഏറ്റവും കുറവ് കയറ്റുമതി വരുമാനമുള്ള ജില്ല ഏതാണ്? അത് കാസർഗോഡാണ്. കാസർഗോഡാണ് ഏറ്റവും കുറവ് ഈ ഒരു കയറ്റുമതി വരുമാനമുള്ളത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും പോയിന്റുകൾ ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ടാലന്റിന്റെ ഒരു ബെസ്റ്റ് ഓഫർ ആണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനി വരുന്ന LP-UP അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LP-UP അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫെയിൽ നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ലിങ്കിലൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലിങ്കിലൂടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് LP-UP SM എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് കൂടി കൊടുക്കുക. LP-UP SM എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓഫറിൽ ഈ ഒരു റാങ്ക് ഫെയിൽ ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫെയിൽ സ്വന്തമാക്കുക. New SCERT NCERT പാഠഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ റാങ്ക് ഫെയിൽ സ്വന്തമാക്കും. ഇനി ആന്ധ്രാപ്രദേശ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്ന് ഓർത്തു വെക്കുക. ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലാണ് ഇത്തരത്തിൽ അവിടുത്തെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആന്ധ്രാപ്രദേശിൽ മൂന്നാമതൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ, ദമ്പതിമാർക്ക് മൂന്നാമത്തെ കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് 30,000 രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അതേപോലെ 4ാമത്തെ കുട്ടിയാണെങ്കിൽ 40,000 രൂപ സാമ്പത്തിക ആനുകൂല്യം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനം ഏതാണെന്ന് ഓർത്തു വെക്കുക. ആന്ധ്രാപ്രദേശ് ആണ്. ഇനി ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി ആരെന്ന് നമുക്കറിയാവുന്നതാണ്. N. ചന്ദ്രബാബു നായിഡു ആണ്. ആരാണ്? N. ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് പശ്ചിമ ബംഗാളിലെ ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ്. എന്താണെന്ന് ഓർത്തു വെക്കുക. അന്നപൂർണ ഭണ്ഡാർ. അന്നപൂർണ ഭണ്ഡാർ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഈ ഒരു പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിലാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പശ്ചിമ ബംഗാളിൽ പുതിയ സർക്കാർ വന്നിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിന്റെ CM പുതിയ മുഖ്യമന്ത്രി ആരാണെന്ന് ഓർത്തു വെക്കുക. സുവേന്ദു അധികാരിയാണ്. പശ്ചിമ ബംഗാളിലെ പുതിയ മുഖ്യമന്ത്രി. അപ്പോൾ അവിടെ ഒരു പദ്ധതി വന്നിരിക്കുകയാണ്. അന്നപൂർണ ഭണ്ഡാർ എന്നുള്ള പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണിത്? 25 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ജൂൺ 1 മുതൽ പ്രതിമാസം 3000 രൂപ നൽകുന്ന ഒരു പദ്ധതിയാണിത്. 25 വയസ്സിനും അതേപോലെ തന്നെ 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണെന്ന് ഓർത്തു വെക്കുക. സ്ത്രീകൾക്ക് ജൂൺ 1 മുതൽ പ്രതിമാസം പെർ മന്ത് എത്ര രൂപയാണ്? 3000 രൂപ നൽകുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ പുതിയ മുഖ്യമന്ത്രി ആരാണെന്ന് ഓർത്തു വെക്കുക. സുവേന്ദു അധികാരിയാണ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് ഡിജിറ്റൽ ബാങ്കിംഗ് ശാഖ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ്. ഓർത്തു വെക്കുക. ഗുവാഹത്തിയിലാണ്. എവിടെയാണ്? ഗുവാഹത്തിയിലാണ് ഇത്തരത്തിലൊരു ബാങ്കിംഗ് ശാഖ ഉദ്ഘാടനം ചെയ്തത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ AI പവേർഡ് ഡിജിറ്റൽ ബാങ്കിംഗ് ശാഖയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എവിടെയാണ് നമ്മൾ പറഞ്ഞു? ഗുവാഹത്തിയിലാണ് ഉദ്ഘാടനം ചെയ്തത്. ഇനി ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർത്തു വെക്കുക. അസം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഉദ്ഘാടനം
ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ സംസ്ഥാന സർക്കാരും അതായത് അസം സംസ്ഥാന സർക്കാരും സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്കും എന്താണ് സ്ലൈസ് ഓർത്തു വെക്കുക, സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്കും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു ബാങ്കിങ് ശാഖ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാങ്കിങ് ശാഖ എന്താണ് ഒരു ഫിജിറ്റൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ AI പവേർഡ് ഫിജിറ്റൽ ബാങ്കിങ് ശാഖയാണെന്ന് പറഞ്ഞു. വ്യത്യസ്ത വിഭാഗത്തിലുള്ള ഉപഭോക്താക്കൾക്ക് ഈ ഒരു ബാങ്കിങ്ങിന്റെ സേവനങ്ങൾ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ അവർക്ക് സൗകര്യപ്രദമായിട്ട് അവയെല്ലാം ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിൽ എന്താണ് ഒരു AI പവേർഡ് ഫിജിറ്റൽ ബാങ്കിങ് ശാഖ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇത്തരത്തിലുള്ള ഈ ഒരു ബാങ്കിങ് ശാഖ എവിടെയാണ് വന്നത്? അസമിലെ ഗുവാഹത്തിയിലാണ് വന്നത്. ഉദ്ഘാടനം ചെയ്തത് അസമിന്റെ CM ആയിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഇപ്പോൾ ഇത്രയും പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഒരു റെക്കോർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരെന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരാണ് കാമി റീത്ത ഷെർപ്പയാണ്. ആരാണ്? കാമി റീത്ത ഷെർപ്പയാണെന്നാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള വ്യക്തി. അദ്ദേഹം എവിടെ നിന്നാണെന്ന് ഓർത്തു വെക്കുക, നേപ്പാൾ സ്വദേശിയാണ്. ആരാണ്? കാമി റീത്ത ഷെർപ്പ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അദ്ദേഹം എന്താണ് ഒരു ഷെർപ്പ ആണ് എന്നുള്ള കാര്യം കൂടി നമുക്കറിയാവുന്നതാണ്. എന്താണ്? അദ്ദേഹം ഒരു ഷെർപ്പയാണ്. അതായത് ഇത്തരത്തിൽ എന്താണ് എവറസ്റ്റുകളൊക്കെ അതേപോലെയുള്ള കൊടുമുടികളൊക്കെ കയറാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റുകൾക്കും മറ്റും കയറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഗൈഡ് എന്ന രീതിയിലുള്ള വ്യക്തികളെയാണ് എന്താണ് ഷെർപ്പ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു ഷെർപ്പയാണ് ആരാണ്? കാമി റീത്ത ഷെർപ്പ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഓരോ സീസണിലും അദ്ദേഹം എന്താണ് ഇതേപോലെ വിനോദസഞ്ചാരികളെയും കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഒരു എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടിയിട്ട് എവറസ്റ്റ് കയറാൻ വരുന്ന വ്യക്തികളെയും കൊണ്ട് പോകുമ്പോൾ എന്താണ് ഓരോ തവണയും അദ്ദേഹം എന്താണ് ഈ ഒരു എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തന്നെ റെക്കോർഡുകൾ അദ്ദേഹം തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം അദ്ദേഹം എന്താണ് എവറസ്റ്റ് കയറിയതിലൂടെ എന്താണ് 32ാമത്തെ തവണയാണ് എവറസ്റ്റ് കയറുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. സ്വന്തം പേരുള്ള റെക്കോർഡ് തന്നെയാണ് അദ്ദേഹം തിരുത്തിയത്. 1994ലാണ് അദ്ദേഹം ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഓരോ സീസണിലും അദ്ദേഹം കയറുമ്പോഴും എന്താണ് ഈ ഒരു റെക്കോർഡ് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ്? ലെഗ്പ ഷെർപ്പയാണ്. ആരാണ്? ലെഗ്പ ഷെർപ്പയാണ് എന്താണ് പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള വനിതയാണ്. ആരാണ്? ലെഗ്പ ഷെർപ്പ എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അടുത്തിടെ ലെഗ്പ ഷെർപ്പയും എന്താണ് വീണ്ടും എന്താണ് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ടായിരുന്നു. 11ാമത് തവണയാണ് എന്താണ് മൗണ്ട് എവറസ്റ്റ് ലെഗ്പ ഷെർപ്പ ഈ ഒരു വർഷം കീഴടക്കിയത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള വനിതയാണ്. ആരാണ്? ലെഗ്പ ഷെർപ്പ എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി വരുന്ന എല്ലാ PSC എക്സാമുകളിലും വളരെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് SCERT പാഠഭാഗങ്ങൾ. ഓരോ പരീക്ഷ കഴിയുമ്പോഴും അത് PSC തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ടാലന്റ് തയ്യാറാക്കിയിട്ടുള്ള അറിവിടം ബുക്ക് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്നുള്ള കാര്യം വളരെ സന്തോഷകരമായിരുന്നു. ഇനി നമുക്കുള്ളത് അതെല്ലാം പ്രാക്ടീസ് ചെയ്യുകയാണ്. അതായത് ഈ ഒരു അറിവിടം ബുക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു SCERT പാഠഭാഗങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇനി പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെങ്കിലും ഈ ഒരു പരിശീലന ചോദ്യങ്ങളുടെ ബുക്ക് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്രത്തോളം നിങ്ങൾ SCERT പാഠഭാഗങ്ങൾ പഠിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. 4300-ലധികം ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ പാഠഭാഗങ്ങളിൽ നിന്നും ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അത് ചാപ്റ്റർ വൈസ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സയൻസും സോഷ്യൽ സയൻസിനുമായിട്ട് ഒരൊറ്റ ബുക്കാണ് വരുന്നത്. ഇനി ഈ ഒരു ബുക്കിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള SCERT പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് ഓർഡർ ചെയ്യുക. മാക്സിമം നിങ്ങൾ പഠിക്കുക. എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം SCERT പാഠഭാഗങ്ങൾ പഠിച്ചിട്ട് തന്നെ PSC എക്സാമുകൾ എഴുതാൻ പോവുക. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നോ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്നോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറിൽ നിന്നോ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബഹുമതിയായിരുന്നു ദി ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ്. ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദിക്കാണ്. നോർവേ നൽകിയ ബഹുമതിയാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളൊരു അപ്പോയിന്റ്മെന്റ് നോക്കി. 2026-27 കാലയളവിൽ സ്ത്രീ ശാക്തീകരണത്തിനായി രൂപീകരിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ്? ദഗ്ഗുപതി പുരന്തേശ്വരിയാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇതിൽ എന്താണ് ലോക്സഭയിൽ നിന്ന് 18 പേരുണ്ട്, രാജ്യസഭയിൽ നിന്ന് 10 പേരുണ്ട്, രാജ്യസഭയിൽ നിന്ന് സുധാമൂർത്തി, PT ഉഷ എന്നിവരുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി 18ാം നൂറ്റാണ്ടിൽ കടത്തിക്കൊണ്ടുപോയ ചോള രാജവംശത്തിലെ ചെമ്പുതകിടുകൾ
അടുത്തിടെ ഇന്ത്യക്ക് തിരികെ നൽകിയ രാജ്യം ഏതാണ്? നെതർലാൻഡ്സ് ആണ് എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ 11ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഈ ഒരു ചെമ്പ് തകിടുകളാണ് ഇപ്പോൾ തിരികെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശിച്ച സമയത്താണ് ഇത് തിരികെ ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രാജ്യത്തെ ആദ്യത്തെ മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെയെന്നാണ്? ഓർത്തു വെക്കുക, പലാമു ടൈഗർ റിസർവിലാണ്, ജാർഖണ്ഡിലെ പലാമു ടൈഗർ റിസർവിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം എത്രയാക്കിയിരിക്കുകയാണ്? 33 നിന്ന് 37 ആക്കിക്കൊണ്ടുള്ള ഓർഡിനൻസ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രഖ്യാപിച്ചു എന്നുള്ള കാര്യമാണ് നോക്കിയത്. അതിനുശേഷം നമ്മൾ നോക്കിയത് കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യയിൽ കയറ്റുമതി വരുമാനത്തിന് 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. 2ാം സ്ഥാനത്തുള്ളത് മഹാരാഷ്ട്രയാണ്. 3ാം സ്ഥാനത്ത് തമിഴ്നാടാണ്. കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 15 ആണ്. ഇനി 2026 വന്ന റിപ്പോർട്ട് പ്രകാരം എന്താണ്? ഒരു സ്ഥാനം കൂടി താഴേക്ക് പോയിരിക്കുകയാണ്. കേരളം 16ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നോക്കിയത് ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. 3ാമതൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ 30,000 രൂപയും 4ാമതൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ 40,000 രൂപയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അന്നപൂർണ ഭണ്ഡാർ എന്നുള്ള ഈ ഒരു പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ്? പശ്ചിമ ബംഗാളാണ് ഇത്തരത്തിൽ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ 25 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ജൂൺ 1 മുതൽ പ്രതിമാസം 3,000 രൂപ നൽകുന്ന ഒരു പദ്ധതിയാണ്. ഇനി പശ്ചിമ ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം. സുവേന്ദു അധികാരിയാണ് പുതിയ മുഖ്യമന്ത്രി. അതിനുശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ AI-പവയുടെ ഡിജിറ്റൽ ബാങ്കിംഗ് ശാഖ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? അസമിലാണ്. അസമിലെ ഗുവാഹത്തിയിലാണ്. ഇനി ഉദ്ഘാടനം ചെയ്തത് അസമിന്റെ CM ആയിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ശേഷം നമ്മൾ നോക്കിയത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരെന്നാണ്? കാമിരീത ഷെർപ്പയാണ്. അപ്പോൾ ഷെർപ്പയാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഷെർപ്പ അല്ലാതെ, അതായത് എവറസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ കീഴടക്കിയ ഷെർപ്പ അല്ലാത്ത വ്യക്തി ആരാണ്? അത് കെന്റൺ കൂളാണ്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതും വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ്. കെന്റൺ കൂളാണെന്താണ്? ഷെർപ്പ അല്ലാത്ത ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ ഷെർപ്പ അല്ലാത്ത വ്യക്തി ആരാണ്? അത് കെന്റൺ കൂളാണ്. ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2026 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഓപ്ഷൻ A M മുകുന്ദൻ, ഓപ്ഷൻ B NS മാധവൻ, ഓപ്ഷൻ C N പ്രഭാവർമ്മ, ഓപ്ഷൻ D പ്രതിഭ റായ്. അടുത്ത ചോദ്യം ഇതാണ്: 2026 മെയ് മാസം ഗ്ലാൻഡേഴ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ദക്ഷിണേന്ത്യൻ നഗരം ഏതെന്നാണ്? ഓപ്ഷൻ എ ബംഗളൂരു, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി ചെന്നൈ, ഓപ്ഷൻ ഡി ഹൈദരാബാദ്. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗെ ട്രീ സ്ഥാപിതമായത് എവിടെയെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഭോപ്പാലിലാണ് സ്ഥാപിതമായത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: 10ാമത് ഇന്ത്യൻ ഓഷൻ ഡയലോഗിന്റെ വേദി എവിടെയെന്നായിരുന്നു. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ന്യൂഡൽഹിയാണ് വേദിയാവുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.